ഇന്ന് ആലപ്പുഴയും അതിനുശേഷം കോട്ടയത്തും പോകും ചില പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതിന് നൽകിയ കരുതലും നേതൃത്വവും ഒരിക്കലും ഈ നാടിന് മറക്കാനാവുന്നതല്ല. അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ നേതൃത്വമാണ് ഒരുപക്ഷെ ഈ സന്ദർഭത്തിലെങ്കിലും ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും പൂർത്തിയാകുന്നവരെ അദ്ദേഹത്തിന്റെ സഹായം ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. വളരെ ആദരവോടുകൂടി നിലവിളക്ക് കൊളുത്തി ഈ നിർമ്മാണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ചെയ്യണം ബഹുമാന്യനായ മാമനപുരം മുഖ്യാതിഥി ബഹുമാന്യനായ മന്ത്രി ശ്രീ ജിയാദനി, ശ്രീ എ റഹീം MP, ശ്രീ കോലിക്കോട് കൃഷ്ണൻ നായർ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി വീന ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, KRFP PMUവിന്റെ PD ശ്രീ അശോക് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ, എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ നാട് എത്രയോ കാലമായി സ്വപ്നമായി കണ്ടിരുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ് നിങ്ങളുടെ മുഖം നോക്കിയാൽ മനസ്സിലാക്കും. ഈ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചു, ഭരണാനുമതി കിട്ടി, സാങ്കേതിക അനുമതി കിട്ടി. അപ്പോഴൊന്നും പദ്ധതി യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി സാധിക്കും. ഏതൊരു പദ്ധതി അതിന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോഴാണ് എന്തായാലും ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു, അവർ എന്തെങ്കിലും ഇത് പൂർത്തീകരിക്കും എന്നൊരു ചിന്താഗതിയിലേക്ക് മനുഷ്യരെത്തുക. അതുകൊണ്ടാണ് ഈ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാകാത്തത്. ജനങ്ങൾ എങ്ങനെയെങ്കിലും ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ തന്നെ ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടുത്തെ MLA ശ്രീ DK മുരളി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇവിടെ ദീർഘകാലം MLA ആയ ബഹുമാനപ്പെട്ട കോലിക്കോട് കൃഷ്ണൻ നായർ ഇവിടെ ഇത്തരത്തിലൊരു മേൽപ്പാലത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ചൂണ്ടിക്കാട്ടി. പ്രിയപ്പെട്ട റഹീമും ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തി. ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാർ, മന്ത്രി ശ്രീ GR അനിലും ശ്രീ V ശിവൻകുട്ടിയും
ഇത്തരത്തിലൊരു മേൽപ്പാലം ഈ നാടിന്റെ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ ആകെ ആവശ്യമാണ് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഇത്തരം ഒരു പദ്ധതി ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചു. നാടിന്റെ ആവശ്യം. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സ്വപ്ന പദ്ധതിയായ കഞ്ഞാറമൂട് മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. ഒട്ടേറെ തടസ്സങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ബഹുമാനപ്പെട്ട MLA അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ അതൊക്കെ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നത്. ഇതിന്റെ ഓരോ നിമിഷവും ഇടപെട്ടെയാണ് ഇവിടുത്തെ MLA ശ്രീ DK മുരളി എന്നുള്ളത് ഞാൻ പ്രത്യേകം അദ്ദേഹം തന്നെ കാര്യങ്ങൾ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ MC റോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ പട്ടണങ്ങളിലൊന്നാണ് വെഞ്ഞാറമൂട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഗതാഗതക്കുരുക്ക് ഏറ്റവും വലിയ നിലയിൽ അനുഭവപ്പെടുന്ന ഒരു പ്രദേശം. ഇങ്ങനെ ഒരു ഫ്ലൈ ഓവർ അല്ലാതെ മറ്റൊരു സാധ്യതയും ഇതിന് പരിഹാരം കാണാനില്ല. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഫ്ലൈ ഓവർ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തത് 30,52,00,000 രൂപയാണ് ഫ്ലൈ ഓവർ നിർമ്മാണത്തിനായി LDF സർക്കാർ അനുവദിച്ചത്. 11 സ്പാനുകളിലായി 337 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ഫ്ലൈ ഓവറാണ് നിർമ്മിച്ചത്. അപ്രോച്ച് റോഡ്, സർവീസ് റോഡ് തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട MLA ശ്രദ്ധപ്പെടുത്തി. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറ്റാനാകുമെന്നുള്ളത് പരിശോധിക്കുമെന്ന് ഇന്നലെ തന്നെ MLAയുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെടുത്തിയത് ഞാൻ അവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, കരാറുകാരുണ്ട്. ഈ പദ്ധതിയുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടും എന്നുള്ള വിവരവും പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം നേരത്തെ നമുക്ക് ഈ പ്രവൃത്തി പൂർത്തിയാക്കാനാണ്. അത്രയ്ക്ക് ആവശ്യമാണ് ഇത്. നിങ്ങളും ഇതിൽ എല്ലാ നിലയിലുമുള്ള സഹകരണം നിലവിൽ ഇതുവരെ നടത്തിയതുപോലെ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം വാഹന സാന്ദ്രത കൂടിയ സംസ്ഥാനവുമായി കേരളം മാറിയിരിക്കുന്നു. ജനസാന്ദ്രത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 886 മനുഷ്യർ ജീവിക്കുന്ന ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയിലധികം ജനസാന്ദ്രത ശരാശരി സംസ്ഥാന ശരാശരിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്ക് പുതിയ റോഡ് വീതിയുള്ളത് ഉണ്ടാക്കാൻ ഇവിടെ ഭൂമി കിട്ടാനില്ല. ഭൂമിക്കാണെങ്കിൽ പൊന്നുവിലയാണ്. കെട്ടിടങ്ങൾ, വീടുകൾ ഇതൊക്കെ പൊളിച്ചു മാറ്റി വേണം തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഒക്കെ ഉള്ളതുപോലെ വീതിയുള്ള റോഡുകൾ ഇവിടെ നിർമ്മിക്കാൻ. അവിടെയൊക്കെ നല്ല ഭൂമിയുണ്ട്, ഇവിടെ ഭൂമിയില്ല. ഒരു ഭാഗത്ത് ജനസാന്ദ്രത കൂടുതലാകുമ്പോൾ മറുഭാഗത്ത് വാഹന പെരുപ്പം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു. വാഹനം എല്ലാ നിലയിലും വരികയാണ്. അതാണ് വാഹന സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള നാടായി മാറി. 163 ലക്ഷം വാഹനമാണ് കഴിഞ്ഞ വർഷം റോഡിൽ ഇറങ്ങിയത് എന്നുള്ളതാണ്. അതിന് മുമ്പത്തെ വർഷത്തേക്കാൾ 6% വർധന. അടുത്ത വർഷം ഇതിലും കൂടും. ഈ വർഷത്തേക്കാൾ അടുത്ത വർഷം കൂടും. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം അത് കുറയാൻ പോകുന്നില്ല, കൂടാനായിട്ട്. കേരളത്തിൽ 2 പേരെ എടുത്താൽ ഒരാൾക്ക് വാഹനമുണ്ട്, ഇരുചക്ര വാഹനമായിട്ടെങ്കിലും ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ഭീകരമായ ഒരു കണക്കാണ്. ഈ വാഹനമൊക്കെ ഇറങ്ങാൻ മാത്രം റോഡ് നമുക്ക് നിർമ്മിക്കാനുള്ള സ്ഥലം നമുക്കില്ല എന്നുള്ളത് ഒരു വസ്തുത. എന്നാലും കേരളത്തിൽ 2.25 ലക്ഷം കിലോമീറ്റർ ടാർ ചെയ്ത റോഡുകൾ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ അധികാര വികേന്ദ്രീകരണം
ജനകീയ ആസൂത്രണത്തിലൂടെ 1996 സഖാവ് കെ നാരായണനുള്ള സർക്കാർ നടപ്പിലാക്കിയതിനു ശേഷം ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ടാർ ചെയ്ത റോഡുകളായി മാറി. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്ത് പോയാലും ഗ്രാമങ്ങളിലേക്കുള്ള റോഡ് ഇതുപോലെ ടാർ ചെയ്ത് കാണാൻ പറ്റില്ല. ഇത് കേരളത്തിലെ പ്രത്യേകതയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 2.25 ലക്ഷം കിലോമീറ്ററിൽ 30,000 കിലോമീറ്റർ മാത്രമാണ്. എന്നാൽ ഏറ്റവും അധികം വാഹനം ഉപയോഗിക്കുന്ന റോഡ് PWD റോഡുകളാണ്. ജംഗ്ഷനുകളിൽ ഒന്നുകിൽ ഫ്ലൈ ഓവർ നിർബന്ധമാണ്, അതല്ലെങ്കിൽ ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്ന പുതിയ പദ്ധതി നടപ്പിലാക്കണം. ഇതിന്റെ ഭാഗമായിട്ടാണ് 2021 മെയ് 20 ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 5 കൊല്ലം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി, 2026 ആകുമ്പോഴേക്കും 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ ടാർഗറ്റ് നിശ്ചയിച്ചു. ആ ലക്ഷ്യം 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ 100 പാലങ്ങൾ എന്നുള്ള ലക്ഷ്യം 3.5 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും നമുക്ക് പാലങ്ങൾ ഉണ്ടാകും, ജംഗ്ഷനുകൾ വികസിപ്പിക്കും. ഇപ്പോ ഇവിടെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ കഴക്കൂട്ടം ഫ്ലൈ ഓവർ തിരുവനന്തപുരം ജില്ലയിൽ യാഥാർത്ഥ്യമായി. ദേശീയപാതയിൽ ആകാശപാതകൾ അരൂർ മുതൽ തുറവൂർ വരെ ആകാശപാതയാണ്. ഇടപ്പള്ളി മുതൽ അരൂർ വരെ ആകാശപാത എന്ന ആവശ്യത്തിന് ഇപ്പോ കേന്ദ്ര സർക്കാർ മുമ്പിൽ സംസാരിച്ചു നിൽക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്ത് എത്രയോ കാലത്ത് ആവശ്യമാണ്, ഇപ്പോ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഉള്ളൂരിലും പിന്നെ പട്ടത്തും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പേരൂർ കടയിൽ ഫ്ലൈ ഓവറിനുള്ള പ്രവൃത്തി ഇപ്പോ നടന്നു വരികയാണ്. കരകുളത്ത് പ്രവൃത്തി ഇപ്പോ നടക്കുന്നു. ഇങ്ങനെ തലസ്ഥാന ജില്ലയിൽ ഫ്ലൈ ഓവറുകളുടെ ഒരു സമ്മേളനമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 8.5 വർഷത്തിനിടയിൽ തിരുവനന്തപുരത്ത് ഫ്ലൈ ഓവറുകളുടെ ഒരു ഘോഷയാത്ര തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ചു നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്തുകയാണ്. ഒട്ടേറെ വികസന പദ്ധതി തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടത്താൻ വേണ്ടി സാധിക്കുന്നു. ആകാശപാതകൾക്കൊപ്പം പ്രധാന നഗര കേന്ദ്രങ്ങൾ ബൈപ്പാസുകൾ നിർമ്മിക്കും, ജംഗ്ഷനുകൾ വികസിപ്പിക്കും. കിഫ്ബി വഴിയുള്ള പദ്ധതി സ്ഥലമേറ്റെടുക്കൽ ഘട്ടത്തിലാണ്. ജംഗ്ഷനുകളെ വികസിപ്പിച്ച് മനോഹരമായ ഡിസൈൻഡ് ജംഗ്ഷനുകളാക്കി വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനും ആളുകൾക്ക് അരികിൽ ഇരിക്കാനും പൂന്തോട്ടമൊക്കെയുള്ള ജംഗ്ഷനുകളാക്കി നമ്മുടെ ജംഗ്ഷനുകളെ മാറ്റാൻ, ജംഗ്ഷനുകളിലെ പുൽക്കഴിക്കാൻ തടസ്സമില്ലാത്ത റോഡ് ശൃംഖല സാധ്യമാക്കാനുമുള്ള ശ്രമമാണ് ഇപ്പൊ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് നടത്തുന്നത്. ഇതിൽ എല്ലാവരുടെയും പിന്തുണ പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കിഫ്ബി ഫണ്ടിങ്ങോട് കൂടിയാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ കിഫ്ബി നിലവിൽ 87,408 കോടി 62 ലക്ഷം രൂപയുടെ 1147 പദ്ധതികൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. ഇതിൽ 32,243 കോടി പദ്ധതികൾ അനുവദിക്കുകയും ചെയ്തു. 511 പദ്ധതികളിലായി 33,101 കോടി 40 ലക്ഷം രൂപ കിഫ്ബി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. നമ്മളൊക്കെ